നമ്മുടെ ഈ വന്യജീവി സംരക്ഷണ നിയമം, അതായത് വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് എന്ന് പറയുന്ന നിയമം, ഇത് യഥാർത്ഥത്തിൽ പൊളിച്ചെഴുതേണ്ട സമയം കഴിയുന്നു എന്നൊരു കാഴ്ചപ്പാട് എനിക്കുണ്ട്. അതിൻ്റെ കാരണം എന്താണെന്നറിയോ? നമ്മൾ പണ്ട് വന്യമൃഗങ്ങളെന്ന് പറഞ്ഞിരുന്ന ഒരുപാട് മൃഗങ്ങളും ഇന്ന് വന്യമല്ലാതായിട്ട് മാറുന്നു. കാട്ടുപന്നി തന്നെ ഉദാഹരണം. കാട്ടുപന്നി, വൈൽഡ് ബോർ നമ്മൾ പറയും. ആ കാട്ടുപന്നി അതിൽ ആ ഷെഡ്യൂളിൽപ്പെടുന്ന ഒരു മൃഗമാണ്, വന്യജീവിയാണ്. പക്ഷേ ഈ കാട്ടുപന്നികളെ കൊണ്ടുള്ള ഇപ്പോഴത്തെ ഉപദ്രവം എന്ന് പറയുന്നത് പല ഉപദ്രവങ്ങളാണ്. മനുഷ്യനെ ആക്രമിക്കുന്ന ഒന്നും, അതുപോട്ടെ മനുഷ്യരുടെ കൃഷി മുഴുവൻ നശിപ്പിക്കുന്നു. അതായത് ഈ മരച്ചീനിയൊക്കെ നടുന്ന ആളുകളുണ്ട്, എത്ര പാവങ്ങളല്ലേ അത് മരച്ചീനി കൃഷിയൊക്കെ ചെയ്യുന്നത്. വലിയ പണക്കാരൊന്നും ആ കൃഷി വളരെ ചുരുക്കമായിട്ടേ ചെയ്യാറുള്ളൂ. അവരെ ഒന്നുകിൽ അവർക്ക് ആഹാരം കഴിക്കാൻ, അല്ലെങ്കിൽ ഇത് പിഴുത് വിറ്റ് അവരുടെ ജീവസന്ധാരണത്തിന് അവർ ആ രീതിയിൽ കൃഷി ചെയ്യുന്ന ആളുകളുണ്ട്. ഈ മരച്ചീനി ഉണ്ടല്ലോ, ഈ മരച്ചീനി അങ്ങോട്ട് വന്ന് ആ ചീനി അങ്ങോട്ട് വിളഞ്ഞു വരുന്നതിന് മുമ്പ് തന്നെ ഈ മരച്ചീനി, അതായത് അത് വിളഞ്ഞു വരുന്നതിന് ആ തൊട്ട് മുമ്പുള്ള പരുവം ഈ പന്നിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇത് വന്നുണ്ടല്ലോ, ഇതിങ്ങോട്ട് വന്ന് കുത്തി മറിഞ്ഞ് 5-10 ഒക്കെ ഒന്നിച്ചാൽ വരുന്നത്. വന്നിട്ട് ഇത് കുത്തി മറിച്ച് ഇത് മുഴുവൻ കടിച്ചു പറിച്ച് തിന്നുക, ബാക്കി കളയുക. കാരണം അതിന് വെറുതെ കിട്ടുന്ന സാധനമല്ലേ. ഇത് മുഴുവൻ നശിപ്പിക്കുക. ഏതാണ്ട് ഒരു കർഷകനാണെന്നുണ്ടെങ്കിൽ ഏതാണ്ട് അയാൾ, ഞാൻ ഒരു 40 സെന്റിനകത്ത് മരച്ചീനി കൃഷി നടത്തിയതാണ്. ഇത് മുഴുവൻ ഇത് നശിപ്പിച്ചു. അപ്പം എന്തു ചെയ്യും അയാൾ? ഈ പണ്ടത്തെ പോലല്ല. പണ്ടൊക്കെ ഈ മരച്ചീനി കമ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ മണ്ണ് കൂനയായിട്ട് വെക്കും, അതിലോട്ട് ഈ കമ്പ് നടും. ഞാനൊക്കെ ഇത് ഒരുപാട് നട്ടിട്ടുണ്ട്, എനിക്കിത് അറിയാവുന്നതുകൊണ്ടാണ്. അത് കിളിർത്തു വരും. അതിന് വളമൊന്നും ചെയ്യണമെന്നൊന്നുമില്ല. ആദ്യം കാണും, ചിലപ്പം ഇട്ടാലായി ഇല്ലെങ്കിലായി, പക്ഷെ അത് ചുമ്മാ ഉണ്ടാവും, വരും. പിന്നെ വർഷങ്ങൾ കഴിയുമ്പോൾ പിന്നെ അവിടെ ആ ലാൻഡ് ഫെർട്ടൈലാക്കാൻ വേണ്ടി നമ്മൾ എന്തെങ്കിലും വളം ചെയ്ത് കൊടുത്താൽ നല്ലത്. പക്ഷെ ഇന്ന് മരച്ചീനി കൃഷി അങ്ങനല്ല ചെയ്യുന്നത് കേട്ടോ. ഒരു മരച്ചീനി ഒരു ചുവട് ചീനിക്ക് ഏതാണ്ട് ഒരു 20 രൂപയോളം ചിലവാക്കാറുണ്ട് കർഷകർ. ഇപ്പം അത്രയും ചിലവാക്കിയേ പറ്റൂ. വളവും അതിൻ്റെ ജോലിയും കൂടെ നോക്കുമ്പോൾ അങ്ങനെ ചെയ്യണ്ടായിട്ട് വരും. അത് പിഴുത് വിൽക്കുമ്പോൾ ചിലപ്പോൾ അത് ഒരു ചോട്ട് ആ രീതിയിൽ വളമൊക്കെ ചെയ്ത് നന്നായിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ചിലപ്പോൾ ഒരു 10 കിലോ മരച്ചീനി വരെ കിട്ടും. അതിൽ നിന്ന് ഒരു മൂട്ടിൽ നിന്ന് കിട്ടും, ഉറപ്പാണ് കിട്ടും. വലിയ നല്ല മരച്ചീനി ആരോഗ്യമുള്ളതാണെങ്കിൽ ഒരു 10 കിലോ കിട്ടും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു കിലോയ്ക്ക് ഒരു 15 രൂപ 20 രൂപ കർഷകന് കിട്ടും. 15 രൂപ കിട്ടുന്നിരിക്കട്ടെ, ആണെങ്കിലും ഒരു 10 കിലോ കിട്ടിയാൽ അത് 150 രൂപയായി. അപ്പോൾ 20 രൂപ ചിലവാക്കിയപ്പോൾ 150 രൂപയായി. നല്ലൊരു കൃഷിയാണ് അതെന്നാണ്. പക്ഷെ ഇന്ന് അത് ചെയ്യാൻ വയ്യാതെ വരുന്നു ആളുകൾക്ക്, ഈ പന്നിയുടെ ശല്യം. ഇത് ഞാൻ പറഞ്ഞ നാട്ടിലുണ്ടല്ലോ, പണ്ട് കാട്ടിലെ പന്നി നാട്ടിൽ ഉണ്ടെന്നിരിക്കട്ടെ, നമുക്കതിനെ കാട്ടുമൃഗമെന്ന് വിളിക്കാൻ പറ്റുമോ യഥാർത്ഥത്തിൽ? എൻ്റെ അഭിപ്രായത്തിൽ അതാ ഞാൻ പറഞ്ഞ അതിൻ്റെ ഡെഫിനിഷൻ ഒന്ന് മാറ്റുന്നതായിട്ടുണ്ട്. വൈൽഡ് ലൈഫ് എന്ന് പറഞ്ഞാൽ വനത്തിലായിരിക്കണം, വന്യം അതായിരിക്കണം. വനത്തിലല്ല, നാട്ടിലാണ് എന്നുണ്ടെങ്കിൽ ഇതിനെ എങ്ങനെ നമ്മൾ കാട്ടുമൃഗമെന്ന് വിളിക്കാൻ പറ്റും, വന്യമൃഗമെന്ന് വിളിക്കാൻ പറ്റും? ഇപ്പം ഇത് മാത്രമാണോ ഉള്ളത്? ആന, അതുപോലെ തന്നെ കടുവ എന്നൊക്കെ പറഞ്ഞു ഒരു റബ്ബർ കർഷകർ, അയാൾ ആണെന്നുണ്ടെങ്കിൽ റബ്ബർ ടാപ്പിങ്ങുകാരൻ തൊഴിലാളി, അയാളെ കഴുത്തിനങ്ങോട്ട് കടിച്ച് വലിച്ച് അങ്ങോട്ട് കൊണ്ടുപോയി അയാളുടെ ശരീരത്തിൻ്റെ പുറവശം മുഴുവൻ അത് ഭക്ഷിച്ചു, എന്നിട്ട് കളഞ്ഞിട്ട് പോയി, കൊന്നിട്ട്. അപ്പോൾ അതിന് എന്ത് ചെയ്യാൻ പറ്റും? ഇതിനെ വെടിവെച്ചു കൊല്ലാൻ പോയാലോ? ഈ വെടിവെച്ചു കൊല്ലാൻ പോകുന്നവനകത്ത് കിടക്കേണ്ടതായിട്ട് ഉള്ള സിറ്റുവേഷനാണ്. കാരണം അതിന് പ്രത്യേക പ്രൊട്ടക്ഷൻ, പ്രത്യേക പരിരക്ഷ ഉള്ളതാണ് ആനയ്ക്കും ഇതുപോലെ കടുവായ്ക്കുമൊക്കെ. പുലി, കാട്ടുപോത്ത്, നമ്മളിന്ന് കാണുന്ന ഈ കാട്ടുപോത്തെന്നൊക്കെ പറയുന്ന സാധനം ഇപ്പം കാട്ടിലല്ല, നാട്ടിലാണ് ഉള്ളത്. ആന കാട്ടിൽ കിടക്കുന്ന പ്രശ്നമില്ല ആനയ്ക്ക് ആളുകളെയൊക്കെ കണ്ട് അവരുമായിട്ട് കാര്യമൊക്കെ പറഞ്ഞ് വരണം. ആ രീതിയിലാണ് ആന മുഴുവൻ നാട്ടിലാണ്. ഇത് കടുവ ഈ നാട്ടിലിറങ്ങി ഉപദ്രവം ഉണ്ടാക്കുക, വനത്തിലല്ലെങ്കിൽ ഈ കടുവായെ വെടിയിച്ചു വന്ന വന്യമൃഗം അത് പറയാൻ പറ്റുമോ കടുവയെ? അതിന് സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഉള്ളതുകൊണ്ട്, കാരണം എക്സ്റ്റിങ്ക്റ്റ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ജീവി ആയതുകൊണ്ടാണ് അതിന് ആ പ്രൊട്ടക്ഷൻ കൊടുക്കുന്നത്. ആനയെന്നൊക്കെ പറയുന്ന ഇഷ്ടംമാതിരിയാണ് ഇപ്പോൾ പെറ്റുപെരുവി ഇഷ്ടം പോലെ ഉണ്ട്. അതുപോലെ തന്നെയാണ് ഈ കടുവ. അതിൻ്റെയൊക്കെ സെൻസസ് നടത്തി എത്ര കടുവ ഉണ്ടെന്ന് കണ്ടുപിടിക്കണം. പ്രോപ്പർ സെൻസസ് വേണം ഇതിനൊക്കെ. അതൊന്നും നടത്താതെ ആണെങ്കിൽ എണ്ണം കൂടുതലാണെന്നുണ്ടെങ്കിൽ അത് പിന്നെ നശിച്ചുകൊണ്ടിരിക്കുന്ന വർഗമല്ല എന്ന് വരാം. ഇപ്പം ചീറ്റ എന്ന് പറയുന്നത് ഏതാണ്ട് എക്സ്റ്റിങ്ക്റ്റ് ചെയ്യപ്പെട്ട ഒരെണ്ണമാണ്. പക്ഷെ ഇപ്പോഴും നമുക്ക് കാണാറുണ്ട്, വിദേശങ്ങളിലൊക്കെ ഉണ്ട്.
ഞാൻ സൗത്ത് ആഫ്രിക്കയിലൊക്കെ ഞാൻ ചീറ്റയെ വളരെ അടുത്ത് തന്നെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതില്ല എന്നുള്ളതല്ല, ഉണ്ട്. എന്നാലും എണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, നശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വർഗം എന്ന് പറയുന്ന ആ സ്പീഷീസിനെ നമ്മൾ നിലനിർത്താൻ വേണ്ടിയാണ് ഈ ഇങ്ങനെയുള്ള പ്രൊട്ടക്ഷൻ ഇതിൻ്റെയൊക്കെ കൊടുക്കുമ്പോഴോ ഇതുപോലെ മനുഷ്യനെ കടിച്ച് തിന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യാൻ നോക്കും? അതിന് ആണ് ഇപ്പോൾ യഥാർത്ഥത്തിൽ നമ്മുടെ ഗവൺമെൻറ് ഒരു മുൻകൈ എടുത്ത് ഇറങ്ങിയേക്കുന്നത്. ഇപ്പം നിലമ്പൂർ ഇലക്ഷനാണ് ഇതിൻ്റെ കാര്യം കേട്ടോ. കാരണം നിലമ്പൂർ ഭാഗത്തൊക്കെ ഇത് ഇഷ്ടംമാതിരി ഈ പ്രശ്നമുണ്ട്. അപ്പോൾ ഇപ്പോൾ അതുകൊണ്ട് ഇറങ്ങിയിട്ടുണ്ട്. എന്താണെന്നറിയോ, ഇതിൻ്റെ നിയമം ഉണ്ടാകണം. പക്ഷെ ഇതിൻ്റെ നിയമം ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ ഒരു മൃഗത്തിനെ, അതായത് അതിൻ്റെ പ്രൊട്ടക്ഷൻ, അത് ഏതൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യണം എന്നുള്ളതും ഒക്കെ ഉള്ളത് യഥാർത്ഥത്തിൽ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഒരു സബ്ജക്റ്റായിട്ടേ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. പക്ഷേ ഇത് കൺകറൻറ്റ് ലിസ്റ്റിൽ പെടുന്ന കാര്യമാണ്. കൺകറൻറ്റ് ലിസ്റ്റിൽ പെടുന്ന കാര്യമായതുകൊണ്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്കും ഈ നിയമം അമെൻഡ് ചെയ്യാം. അതായത് നമ്മുടെ സ്റ്റേറ്റ് അമെൻമെൻ്റായിട്ട് ഇത് അമെൻഡ് ചെയ്യാം. കാരണം ഇപ്പോൾ ഒരു ജീവിയെ കൊല്ലണമെന്ന് പ്രഖ്യാപിക്കണമെങ്കിൽ ഉണ്ടല്ലോ, അത് ചീഫ് വൈൽഡ് ലൈഫ് വാർഡനെ അത് പ്രഖ്യാപിക്കാൻ പറ്റുള്ളൂ. അതിൽ നിന്ന് ആകെ എക്സംഷൻ ഒരു വർഷത്തേക്ക് കൊടുത്തിരുന്നത് പന്നിക്കാണ്, കാട്ടുപന്നി. ഈ കാട്ടുപന്നിക്ക് കൊടുത്തിരുന്ന എക്സംഷൻ എന്ന് പറഞ്ഞാൽ അത് ലോക്കൽ ബോഡിയുടെ സെക്രട്ടറിക്ക് ഇത് കൊടുക്കാം കേട്ടോ. അതായത് ഇപ്പോൾ പഞ്ചായത്താണെങ്കിൽ പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി അല്ലെങ്കിൽ കോർപ്പറേഷൻ ആർക്കാണെന്ന് വെച്ചാൽ അവർക്ക് ഇത് കൊടുക്കാം. ഏതിനെ? കാട്ടുപന്നിക്ക്. കാട്ടുപന്നി എന്ന് പറയാം കുരങ്ങിനെ കൊണ്ടുള്ള പ്രശ്നവും. കുരങ്ങുള്ള സ്ഥലങ്ങളെന്ന് പറയുന്നത് വളരെയധികം വലിയ നാശമാണ്. ഒരു വീട്ടിൽ ഒരു സാധനം വെച്ചേക്കാൻ ഒക്കത്തില്ല ഈ കുരങ്ങിൻ്റെ ശല്യമുള്ള സ്ഥലങ്ങളിൽ. വലിയ ഉപദ്രവമാണ് മുഴുവൻ. ഇത് നമ്മുടെ ഇതിനെ കാണാൻ രസമാണെന്ന് പറഞ്ഞ് കുരങ്ങിനെ ആദ്യം നമ്മൾ നോക്കിയിരിക്കും. പക്ഷേ അത് ചെയ്യുന്ന ഉപദ്രവങ്ങൾ, ഒരു സാധനം, അതായത് ഒരു ഏതെങ്കിലും വൃക്ഷങ്ങൾ, ഫലവൃക്ഷങ്ങൾ ഉണ്ടെങ്കിൽ അതിലിങ്ങോട്ട് വന്നിട്ട് മുഴുവൻ അത് എല്ലാം നുള്ളിപ്പറിച്ച് എറിയുന്നത്. എല്ലാം എവിടെ തെങ്ങിലായാലും മാവായാലും എന്തായാലും ശരി, ഇത് മുഴുവൻ അത് നശിപ്പിക്കും. കൃഷി നശിപ്പിക്കുന്നത് ഏറ്റവും വലിയ പ്രശ്നം. വീടുകളുടെ അടുക്കളയിൽ കയറിയുണ്ടല്ലോ, ഫ്രിഡ്ജ് വരെ തുറന്ന സാധനങ്ങൾ എടുക്കും. ആ രീതിയിലാണ് ഇന്നത്തെ കാലത്തെ പോക്ക്. അപ്പോൾ ഈ കുരങ്ങിന് യഥാർത്ഥത്തിൽ ഇതേപോലെ ഈ പന്നിയെപ്പോലെ ഈ കുരങ്ങിനെ ട്രീറ്റ് ചെയ്യാനായിട്ട് ഒന്ന് നോക്കണ്ടേ? ഇല്ലെങ്കിൽ ഈ കുരങ്ങെല്ലാം കൂടെ ഇങ്ങനെ വർദ്ധിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? വലിയ പ്രശ്നമാണ് ഇതിന് കേട്ടോ. അത് ഈ മനുഷ്യർ പൊറുതി മുട്ടിയിരിക്കുകയാണ് ഇപ്പോൾ. ഇനി അത് മാത്രം ഭയപ്പെട്ട് വീടുകളിൽ നിന്ന് വെളിയിൽ ഇറങ്ങാൻ പറ്റുന്നു. പുലി കാണുന്നത് പുലിയാണ് കാണുന്നത്. ഒരു വീട്ടിന് മുമ്പിൽ 3 തവണ പുലി വന്നിട്ട് പോയത് കൊണ്ട് ഒരാളുടെ വീട് സന്ദർശിച്ചിട്ട് പോയേക്കുക വന്ന് പുലി. ഇനി കടുവ, പുലി, കരടി, ഇതെല്ലാം ഇപ്പം നാട്ടിലാണ്. കരടി റോഡിൽ കൂടി ഇങ്ങനെ നടക്കുക, എന്ത് ചെയ്യാൻ പറ്റും? അതേപോലെ തന്നെ ഇത് ഞാൻ പറഞ്ഞ പോലെ കാട്ടുപന്നികൾ ഇഷ്ടം പോലെ പെറ്റുപെരുക്കൊണ്ടിരിക്കുക. ഒരു പ്രസവത്തിലൊക്കെ ഇതിന് 10-15 എണ്ണം കാണും. അതാ കാര്യം. ഇത് ഇഷ്ടമാതിരി പെരുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം എന്താണെന്നറിയോ, എവിടെ അല്പം കാടുണ്ടോ ആ ഭാഗങ്ങൾ നമ്മുടെ വസ്തുവിലായാലും മതി, അവിടെ ഇത് ഇഷ്ടമാതിരി വന്ന് കയറുകയാണ്. എങ്ങനെ അവിടെ വരുന്നു എന്നുള്ളത്, ആര് കൊണ്ടിടുന്നു എന്നുള്ളത് അറിയാൻ വയ്യ. പക്ഷെ അവിടെ അങ്ങ് പെരുകയാണ്. ഇപ്പം എൻ്റെ വീട് വനവുമായിട്ട് ഒരു ബന്ധമുള്ളതല്ല. എൻ്റെ കുടുംബ വീട് വനവുമായിട്ടുള്ളൂ. അവിടുന്ന് വനത്തിൽ പോകണമെങ്കിൽ നമുക്കൊരു 40 കിലോമീറ്റർ പോയാലേ വനമുള്ളൂ. പക്ഷേ ഇപ്പം ഞാൻ കേട്ട എന്താണെന്നറിയാമോ, അവിടെ അങ്ങ് ഒരു കൃഷിയും ചെയ്യാൻ പറ്റുന്നില്ല. കാട്ടുപന്നിയുടെ ശല്യം കൊണ്ട് എല്ലാം കുത്തിമറിച്ചിടുകയാണ്. ആനയുടെ ഉപദ്രവം. ആന എന്ന് പറഞ്ഞാൽ കുരയ്ക്കാറായി വരുന്ന വാഴയുണ്ടല്ലോ, അതിന് വലിയ ഇഷ്ടമാണ്. അങ്ങോട്ട് കുടം വരുന്ന ആ പരുവാകുമ്പോൾ അതിങ്ങോട്ട് വന്ന് ചവിട്ടി അത് റെഡിയാക്കിയിട്ട് വലിച്ചു കീറി അതിൻ്റെ ഇത് കുടമായിട്ട് വരുന്ന ഭാഗം അത് മുഴുവൻ എടുത്ത് കഴിക്കും. അതിന് വളരെ രുചികരമായ ഒരു ഭക്ഷണമാണത്. അപ്പോൾ അത് ഇങ്ങനെ ഈ ശല്യം സഹിക്കാൻ വയ്യാതെ ആണ് ആളുകൾ പ്രതിമുട്ടിയിരിക്കുകയാണ്. കൊല്ലപ്പെടുമെന്നുള്ള ഭീഷണി ഏത് നിമിഷവും. മരണത്തെ മുഖാമുഖം കണ്ടുകൊണ്ട് ആണ് പല ആളുകളും പോകുന്നത്, ഈ കടുവ, പുലി, ഇതിനെയൊക്കെ. അതുകൊണ്ട് എൻ്റെ അഭിപ്രായത്തിൽ ഈ നാട്ടിലിറങ്ങുന്ന വന്യമൃഗങ്ങൾ അതിനെ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ളതിനൊരു അമെൻമെൻറ്റ് യഥാർത്ഥത്തിൽ ഈ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ടിനകത്ത് കൊണ്ടുവരണം. കാട്ടിലെ വന്യമൃഗം കാട്ടിനകത്ത് കയറി ആക്രമിച്ചെന്നിരിക്കട്ടെ, കാട്ടിൽ കയറി വന്യമൃഗത്തെ വെടിവെച്ച് വന്നു, സീരിയസ് ഞാൻ പറയുന്ന അയാളെ തൂക്കിക്കൊല്ലാൻ വിധിക്കണം, ഒരു കുഴപ്പമില്ല. കാരണം അതിൻ്റെ ആവാസ വ്യവസ്ഥയിൽ പോയി കയറി എന്നിട്ട് ചെയ്യാം. പക്ഷെ മനുഷ്യൻ്റെ സ്വന്തം പുരയിടത്തിൽ, പ്രൈവറ്റ് ലാൻഡിൽ ഇതേയൊക്കെ പോലെ അതിക്രമിച്ച് കയറി വരുന്ന ആന, ഈ കടുവ, പുലി, ഇതിനെയൊക്കെ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ളതിനെ സംബന്ധിച്ച് അത് വന്യമൃഗമാണോ
ആ സമയത്ത് അല്ല. കാരണം വനത്തിലാണ് വന്യമൃഗം, ഇത് നാട്ടിലുള്ള മൃഗമാണ്. ഇത് കൊണ്ടുവന്ന ഇതിനെ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ളതിനെ സംബന്ധിച്ചിടത്തോളം ഈ നിയമം അമെൻഡ് ചെയ്യണം. അതിൻ്റെ ആ ഡെഫിനിഷനിൽ തന്നെ വ്യത്യാസം വരുത്തണം. ഇതിന് മാത്രമല്ല, ഇതിന് വിപുലമായ അധികാരങ്ങൾ കൊടുക്കണം. ഇതൊക്കെ ഇപ്പോൾ ജില്ലാ കളക്ടർക്ക് അടുത്ത് ഉപയോഗിക്കുമ്പോഴത്തേക്ക് ഈ കടുവയോ പുലിയോ കിട്ടുമോ? പിന്നെ ശല്യക്കാരനായിട്ട് പ്രഖ്യാപിക്കാൻ ഇവർക്ക് റൈറ്റ് ഉണ്ട്, അവർക്ക് അധികാരമുണ്ട്. പക്ഷേ അവരുടെ ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ്റെ കയ്യിൽ നിന്ന് ഈ പെർമിഷൻ വാങ്ങിച്ചുകൊണ്ട് വരുമ്പോഴത്തേക്ക് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? ഒരിക്കലും ഇല്ല. അതുകൊണ്ട് അതിന് എന്തെങ്കിലും പെട്ടെന്നൊരു മാർഗം കണ്ടുപിടിക്കണം. അതിന് നല്ലതാണ്. ഇതിപ്പോൾ ഇലക്ഷൻ മുന്നിൽ കണ്ടുകൊണ്ട് ശ്രമിക്കുന്നതാണെങ്കിലും ഏതായാലും സെൻട്രൽ ഗവൺമെൻറ്റിന് അടുത്ത് അപ്ലൈ ചെയ്തിട്ടുണ്ട് ഇതിന് ഇങ്ങനെ മാറണമെന്ന്. പക്ഷെ അങ്ങനെ അപ്ലൈ ചെയ്തുകൊണ്ടൊന്നും കാര്യമില്ല. നിയമനിർമ്മാണമാണ് ഇതിന് വേണ്ടത്. യഥാർത്ഥ കൺകറന്റ് ലിസ്റ്റിലായതുകൊണ്ട് സ്റ്റേറ്റ് ഗവൺമെൻറ്റിനും ഈ കാര്യത്തിൽ സ്റ്റേറ്റ് അമെൻമെൻറ്റ് കൊണ്ടുവരാവുന്നതാണ്. പക്ഷേ എന്നാലും അത് വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്റ്റുമായിട്ട് മിലിറ്റേറ്റ് ചെയ്യരുത്. ആ രീതിയിൽ അത് തമ്മിൽ ഇത് പോകാൻ പാടില്ല. കാരണം ഒരു സെൻട്രൽ ആക്റ്റാണ്, അതിനെ നള്ളിഫൈ ചെയ്യാൻ വേണ്ടി മാത്രമായിട്ട് നമുക്കൊരു നിയമം ഉണ്ടാക്കാൻ പറ്റത്തില്ല. പക്ഷേ അമെൻമെൻറ്റ് ഇതിനകത്ത് കൊണ്ടുവരാം, ഭേദഗതികൾ കൊണ്ടുവരാം, സ്റ്റേറ്റ് അമെൻമെൻറ്റ്സ് ആയിട്ട് കൊണ്ടുവരാം.